ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണം. ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്, ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന്. കേശത പുതിയൊരു സ്കൂളിലേക്ക് പോവുകയാണ്. കേശൻ്റെ കൂടെ വേറൊരാളും കൂടി റെഡിയായി നിൽക്കുന്നതാണ്ടോ, കിയാൻ. രാവിലെ എണീറ്റപ്പോൾ കിയാൻക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കേട്ടോ. ഞാനും സ്കൂളിലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആളെയും റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ സ്കൂളിലേക്ക് ഇറങ്ങുകയാണ്. കേശിനെ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോൾ തന്നെ കിയാനും ഉണ്ടായിരുന്നു. അപ്പോൾ കിയാൻക്ക് അവിടെയൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ദീദിൻ്റെ കൂടെ സ്കൂളിലേക്ക് വരും എന്നുള്ളത്. പിന്നെ അവിടെ LKG UKG മാത്രമല്ല, പ്ലേ സ്കൂൾ, ഡേ കെയർ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കുട്ടികളുണ്ട്. പിന്നെ കളിക്കാൻ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കിയാൻക്ക് മൊത്തത്തിൽ അവിടെ ഇഷ്ടമായിട്ടുണ്ട്. സ്കൂളിലെത്തിയപ്പോൾ രണ്ടുപേർക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ്. ഇത് ആക്ച്വലി ഫസ്റ്റ് ഡേ, അതായത് ഓപ്പണിംഗ് ഡേ അല്ല, സെക്കൻഡ് ഡേ ആണ്. ഫസ്റ്റ് ഡേ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടുപേർക്കും ഇതാ ബോളും പിന്നെ കാർഡും ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. കിയാൻ ഇപ്രാവശ്യം സ്കൂളിൽ ചേർക്കണം നമ്മൾ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഏതായാലും ഇതാ മൂപ്പര് ഇൻട്രസ്റ്റിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. കിയാൻ്റെ ഏജിലുള്ള കുറേ കുട്ടികളുണ്ട് ഇവിടെ. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞ് 2-3 ദിവസം വന്നിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ പിന്നെ വേണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതാ കേശിനെക്കാട്ടി കൂടുതൽ ഇൻട്രസ്റ്റ് കിയാൻക്കായിരുന്നു. കേശിനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിൽ ചേർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആള് തീരെ പോകാൻ ഇൻട്രസ്റ്റ് കാണിക്കാതെയും കരച്ചിലും ഒക്കെ ആയപ്പോൾ സാരമില്ല അടുത്ത കൊല്ലം ചേർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടോ, സ്റ്റോപ്പ് ചെയ്തതായിരുന്നു. ഇപ്രാവശ്യം എന്നിട്ട് പുതിയ സ്കൂളിൽ ചേർത്തതാണ്. ഇപ്രാവശ്യം കരച്ചിലിന് കുറവൊന്നുമില്ല. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ, കുറച്ച് ദിവസം പോയാൽ അങ്ങോട്ട് റെഡി ആയിക്കോളൂ എന്ന് വിചാരിക്കണം. ഏതായാലും രണ്ടുപേരും ഇപ്പോൾ ഒരേ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ കിയാനെ മെല്ലെ പ്ലേ സ്കൂളിൻ്റെ സെക്ഷനിലേക്ക് മാറ്റും. കേശ് ഇവിടെ LKGയിലാണ്. ഇവിടെ ഫുഡൊന്നും വീട്ടിൽ നിന്ന് കൊടുത്തേക്കേണ്ട ആവശ്യമില്ല. എല്ലാ ടൈപ്പ്, അതായത് എല്ലാ ഏജ് ഗ്രൂപ്പിന് പറ്റിയ ഫുഡും ഇവർ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേശിനെയും കിയാനെയും ക്ലാസ്സിലൊക്കെ എത്തി നമ്മൾ മെല്ലെ പോകാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ രണ്ടുപേരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓഫീസിലിരിക്കുകയാണ് കേട്ടോ. കേശയ്ക്ക് എന്തോ മനസ്സിലായി നമ്മൾ പോവുകയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ആളെ മൂഡ് മെല്ലെ മെല്ലെ ഇങ്ങനെ മാറി തുടങ്ങുന്നുണ്ട്. കിയാൻ പക്ഷേ ഓക്കെ ആയിരുന്നു കേട്ടോ, വലിയ കുഴപ്പമില്ല. കേശ് എണീറ്റ് വന്നപ്പോൾ കിയാനും കൂടി വന്നതായിരുന്നു. കേശ നമ്മൾ ടീച്ചേഴ്സിനായിട്ടൊക്കെ സംസാരിച്ച് കുറച്ച് അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. പിന്നെ നമ്മൾ പോരുന്ന ടൈമിൽ കേശത കരച്ചിലൊക്കെ ആയി. വേഗം കൊണ്ടാക്കി അങ്ങോട്ട് തിരിച്ച് പോരണം, അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അങ്ങനെ എല്ലാവരും 4 പേരും സ്കൂളിലൊക്കെ പോയി. വീട്ടിലേക്ക് തിരിച്ച് വന്നപ്പോൾ ഫുൾ സൈലൻസ് ആയിരുന്നു. ഇങ്ങനെ ഇതുപോലെ കുറേ ആയി, അതായത് ആരെങ്കിലും ഒരാൾ എൻ്റെ കൂടെ ഉണ്ടാവും എപ്പോഴും. കേശയും കിയാനും കുറച്ചായിട്ട് ഫുൾ ടൈം ഉണ്ടല്ലോ, രണ്ടുപേരും അവരുടെ ബഹളം ഒക്കെ കൂടിയായിട്ട്. അങ്ങനെ എന്തായാലും ഇപ്പം ഞാനൊരു സ്മൂത്തി റെഡിയാക്കി കുടിക്കുകയാണ് കേട്ടോ. ഫിഗിൻ്റെ ഒരു പൾപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാമല്ലോ. അങ്ങനെ ഞാൻ പാലും ഒഴിച്ച് ഉണ്ടാക്കുകയാണ്. ഇതിലാകുമ്പോൾ ഷുഗറും കാര്യങ്ങളും എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാനില്ല, ജസ്റ്റ് ആ പൾപ്പും മിൽക്കും മാത്രം മതി. എഗാരോൻ്റെ ഈ ഒരു റീഗൽ ന്യൂട്രി ബ്ലെൻഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് നല്ല, അതായത് നമുക്ക് ഹാൻഡി ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്ലെൻഡറാണ്. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും കൊണ്ടുപോകാനൊക്കെ പറ്റും. അത്ര സൈസേ വരുന്നുള്ളൂ, മോട്ടറും ഒക്കെ ചെറുതാണ്. പിന്നെ ഇതിൽ 3 ജാസൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ലിഡും പിന്നെ ഗ്രൈൻഡിങ് ബ്ലേഡും ബ്ലെൻഡ് ചെയ്യുന്ന ബ്ലേഡും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ഫിക്സ് സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് പോയി കുടിക്കട്ടെ കേട്ടോ, കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു ലിഡ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഈ ഒരു ബ്ലെൻഡർ ആവശ്യമുള്ളവർക്ക് ആമസോൺ വഴി പർച്ചേസ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഐഷ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള്? ഗിഫ്റ്റ് കിട്ടിയാ? പിന്നെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാ? ഫ്രണ്ട്സ് കുറെ, എനിക്ക് ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പറ്റി. എന്താ ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓളെ കൂട്ടി ഇന്ന കൂട്ടി ഇന്നെ പറയാ, ഇന്ന ഓളെ കൂട്ടി എന്നിങ്ങനെ അറിയാം, ഇങ്ങനെ പറയുന്ന. ശരി. അപ്പള് ക്യാനക്ക് സ്കൂൾ ഇഷ്ടായാ? ക്യാനക്ക് ഫ്രണ്ട് ഉണ്ടോ? ഫ്രണ്ടിന്റെ പേരെന്താ? ടീച്ചർ എന്നാ പേര്? തന്നെ, ടീച്ചറാണ് ക്യാൻ്റെ ഫ്രണ്ട് അല്ലേ? ഇഷ്ടായോ? ടീച്ചറെ ഇഷ്ടായോ? നല്ല ഇഷ്ടായോ? ചോറൊക്കെ തിന്നോ?
ഫുഡ് കഴിച്ചോ? എന്തൊക്കെ ഫുഡാ കഴിച്ചോ? ദീദി എന്താ തീർക്കാഞ്ഞേ? ഞാന് ഫുള്ളാക്കിയോ? ഫുള്ളാക്കി പറ്റിക്കാണ്. ശരി തന്നെ. അത്ര ഉള്ളു സ്കൂളത്തെ വിശേഷം. ഇനി നാളെ പോവാ അല്ലേ? ബൈ. ഓക്കെ, ഇനി മേലൊക്കെ കഴുകി റെഡി ആവണ്ടേ? ഓക്കെ ഓക്കെ. ബട്ടർ വെച്ചതാ. ആ പല പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ഞാൻ അതിൽ കാണിക്കുന്നത്. രണ്ടുപേരെയും സ്കൂളിലേക്ക് വിളിക്കുമ്പോൾ എപ്പോഴും ഇതാക്കിയാൽ ഫസ്റ്റ് തന്നെ ഓടി വരും കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞാൻ അതൊന്ന് വീഡിയോ എടുത്താണ്. കേശിനെ ആവും ഞാൻ ഫസ്റ്റ് വിളിക്കുക, കേശിനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കിയാൻ ഫസ്റ്റ് തന്നെ എണീറ്റ് വരും. അതാ എന്നിട്ട് മൂപ്പര് ഫുൾ ഫുഡ് കഴിക്കലും ഒക്കെ കഴിയുമ്പോഴാണ് അടുത്ത ആൾ എണീക്കുക. അങ്ങനെ ഇതാ കിയാൻക്ക് യൂണിഫോമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു രണ്ട് മൂന്ന് ദിവസം കിയാം സ്കൂളിലേക്ക് പോയി. അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ ചേർക്കുക, കുഴപ്പമൊന്നുമില്ല ആൾക്ക് എന്ന് പറഞ്ഞു. ഭയങ്കര ഇഷ്ടമുണ്ട്. പിന്നെ അങ്ങനെ പഠിപ്പിക്കലും കാര്യങ്ങളൊന്നുമില്ല കിയാൻക്ക് അവിടെ കുറേ ഫ്രണ്ട്സും ഫുൾ ടോയ്സ്, കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിക്കും. കുറേ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ ചെയ്യിപ്പിക്കും. മൂപ്പർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കേശക്കാണ് ഇപ്പോഴും ആ മടി അങ്ങോട്ട് പോവാത്തത് കേട്ടോ. എന്തായാലും പ്രതീക്ഷിക്കാത്തതായിരുന്നു രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് പോകുക എന്നുള്ളത്. യൂണിഫോമൊക്കെ കിട്ടിയപ്പോൾ നല്ല രസമുണ്ട്. യൂണിഫോമൊക്കെ ഇട്ടിട്ട് കുട്ടി യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആളിതാ പോകാനായിട്ട് റെഡി ആവുകയാണ്. നമ്മളിവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നിഷ്കാക്ക അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കൊണ്ടാക്കി കൊടുക്കലാണ്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. ഈ ബാഗിൻ്റെ ഉള്ളിൽ ബാഗ് ഇതിൻ്റെ പുതിയ ബാഗാണ്. തന്നെ കിയാന് കണ്ടപ്പോൾ ഒരു കാര്യം മാമ പറയാ നല്ല രസമുണ്ടല്ലോ ഈ പൗച്ച്. അപ്പോൾ പുതിയതാണ് എറേസർ പറയാ. പുതിയതാണെങ്കിൽ വായിച്ചൂട്, എന്നാലും ആരും കണ്ടെങ്കിൽ ചീത്ത പറയുമെന്ന് പറഞ്ഞ് ഇതില് നമ്മളൊക്കെ ഞാൻ കളർ ചെയ്ത്. അടിപൊളിയാണല്ലോ. കിയാനില്ല മറ്റേ സ്കൂളിൽ ചേർത്ത്. അപ്പൊ കരഞ്ഞിട്ടൊന്നുമില്ല, കുറച്ച് നിർത്തി. ഇതൊക്കെ ഞങ്ങൾ പെണ്ണോണ്ട് വരയ്ക്കും. ഇതിന്റെ കൈമ ചാറ് പോയതാ സ്റ്റാർ ഇട്ടു. മമ്മ ഇതോടെ ഇങ്ങനെ പെണ്ണിങ്ങനെ ഇങ്ങനെ 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 വരച്ച് എന്നിട്ട് ഇതും വരക്കണം. എന്നിട്ട് കളർ ചെയ്തെടുക്കാം. ബോളില് കളർ ചെയ്യാം. എന്നിട്ട് ഈ ബോളില് നമ്മൾ ഈ ബോള് കൂട്ടി ഈ ബോളും നമ്മൾക്ക് ഇരന്റെ വീട്ടിലുണ്ട് ഇങ്ങനത്തെ. അപ്പൊ ദീദി ഇതുകൊണ്ട് എറേസർ ചെയ്യാനും ആവൂല. അപ്പൊ ഈ എറേസർ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഇവർ കുറേ ടൈം അവിടുത്തെ കഥകൾ പറയും കേട്ടോ. രണ്ടുപേരും എനിക്ക് നല്ല ഇഷ്ടമാണ് അത് കേൾക്കാൻ. കേശിയും കിയാനും രണ്ടുപേരും എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് ഫുള്ളായിട്ട് ഇങ്ങനെ പറഞ്ഞു തരും. ഫുഡ് കഴിച്ചോ ഇല്ലേ എന്നുള്ളതൊക്കെ നല്ല രസമാണ് അത് കേട്ടിരിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ബുക്കിൽ എന്തൊക്കെ എടുത്ത് എന്നുള്ളതും കളർ ചെയ്ത വിശേഷങ്ങളും എല്ലാവരും പറയും. തന്നെ ചായയും കുടിച്ചോ? ചായ നല്ല മധുരമുണ്ട്. ചായ അല്ല
എത്തിയാ കരഞ്ഞിട്ടൊന്നുമില്ല. നല്ല കുട്ടികളായിരുന്നാ? കേശ കരഞ്ഞാ? കടലയോ? തന്നെ ഞാനിത് ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഇതാ കൂടുതലും ഞാൻ അവർക്ക് ചോറ് വാരി കൊടുക്കാറാണ് കേട്ടോ. ചോറും ഫിഷ് പൊരിച്ചതൊക്കെ ആകുമ്പോൾ നല്ല ഇഷ്ടമാണ്. അപ്പോൾ രണ്ടുപേരും അത് കളീൻ്റെ ഇടയിൽ അങ്ങനെ കഴിച്ചോളും. കുട്ടികൾ രണ്ടുപേരും യൂണിഫോമൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ കുറേ പേര് മെസ്സേജ് അയച്ച് കിയാനെ സ്കൂളിൽ ചേർത്തോ, എവിടെയാണ് ചേർത്തോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണിത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. ഓക്കെ, ബൈ.